ക്ലാസ് 10 സ്റ്റേറ്റ് സിലബസിലെ ബീർ ബഹൂട്ടി എന്ന ചാപ്റ്ററിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് നമ്മളിന്ന് നോക്കുന്നത്. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा फांसाया, पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. उन्होंने बेला को छोड़ दिया. बेला के भयभीत चेहरे को देखकर साहिल बुरी तरह डर गया था. उसने देखा कि बेला के पाँव अभी भी काम रहे हैं, जैसे वह खड़े खड़े अभी गिर जाएगी. सुरेंद्र जी माट साहब ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. അപ്പോൾ നമുക്ക് മീനിങ്സ് നോക്കാം. एक दिन सुरेंद्र जी माट साहब ने बेला के बालों में पंजा ഫാംസായ. ഒരു ദിവസം സുരേന്ദ്ര മാസ്റ്റർ എന്ത് ചെയ്തു? ബേലയുടെ മുടിയിൽ പിടിച്ചു വലിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. അപ്പോൾ എന്തൊരു തെറ്റ് കണ്ടിട്ടാണോ അദ്ദേഹം അവളുടെ മുടിക്ക് അവളെ പിടിച്ച് തള്ളാൻ തുടങ്ങിയത്, അതൊരു തെറ്റ് തന്നെ ആയിരുന്നില്ല. ഉൻഹോനെ ബേലാക്കോ ചോർ ദിയ. അപ്പോൾ അത് മനസ്സിലായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ബേലയെ വെറുതെ വിട്ടു. ബേല के भयभीत चेहरे को देखकर സാഹിൽ ബുരി തരം ഡർ ഗയാ था. അപ്പോൾ ഈ ബേല പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ ആ ബേലയുടെ മുഖം കണ്ടപ്പോൾ സാഹിദ് വല്ലാതെ പേടിച്ചു പോയി. ഉസ്നെ ദേക്കാക്കി ബേല കെ പാവ് അഭി ഭി കാം രഹേ ഥേ. അപ്പോൾ അവൻ നോക്കിയപ്പോൾ കണ്ടു എന്താ, ബേലയുടെ കാലുകൾ അപ്പോഴും ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജൈസേ വ ഖടേ ഖടേ അഭി ഗിർ ജായകി. അതായത് അവൾ ഈ നിന്ന നിപ്പിൽ തന്നെ അപ്പോൾ മറിഞ്ഞു വീഴും, ആ ഒരു രീതിയിൽ അവളെ കാലുകൾ അത്രമാത്രം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് സാഹിൽ ശ്രദ്ധിച്ചു. സുരേന്ദ്ര ജി മാട്ട് സാഹബ് ने कापी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. അപ്പോൾ ഈ സുരേന്ദ്ര മാസ്റ്റർ എന്ത് ചെയ്തു? അവളുടെ സീറ്റിലേക്ക് എന്ത് ചെയ്തു? അവൾ എഴുതിക്കൊണ്ടിരുന്ന നോട്ട്ബുക്ക് സീറ്റിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, പോയിരിക്കും നിൻ്റെ സീറ്റിൽ നിന്ന് പറഞ്ഞു. बेला का मन बहुत खराब हो गया. माट साहब चाहे मुझे पीट लेते मगर साहिल के सामने नहीं. वह साहिल के सामने खुद को शर्मिंदा महसूस कर रही थी, क्योंकि वह जानती थी कि वह साहिल की नज़र में बहुत अच्छी है. जब वह उसके पास आकर बैठी उससे नज़र नहीं मिला पाई. അപ്പോൾ നമുക്ക് മീനിങ്സ് നോക്കാം. എന്താണ്? ബേല കാ മൻ ബഹൂത് ഖരാബ് ഹോ ഗയ. മാട്ട് സാബ് ചാഹെ മുझे പീട്ട് ലേത്തെ മഗർ സാഹിൽ കെ സാമനെ നഹീ. അപ്പം ബേലയുടെ മനസ്സാണെങ്കിൽ വല്ലാതെ അങ്ങ് വിഷമിച്ചു പോയി. മാസ്റ്ററിന് വേണമെങ്കിൽ എന്നെ തല്ലിക്കോട്ടെ, പക്ഷേ അത് സാഹിലിൻ്റെ മുന്നിൽ വെച്ച് വേണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പ് വെച്ച് നമ്മൾ അടിക്കുമ്പോൾ നമുക്കതൊരു നമുക്കൊരു വിഷമം തോന്നുമല്ലോ, അതുപോലെ ബേലയ്ക്കും അത് തോന്നി. വഹ സാഹിൽ കെ സാമനെ ഖുദ് കോ ഷർമിന്ദ മഹസൂസ് കർ രഹി ഥി. അതായത് സാഹിലിൻ്റെ ആ നോട്ടത്തിൽ അവളൊരു വളരെ നല്ല കുട്ടി ആയിട്ടാണ് അവൾ കരുതിയിരുന്നത്. ക്യോംകി വഹ് ജാൻതി ഥി കി വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹേ. അതായത് ഇപ്പം അങ്ങനെ ഒരു ചിന്ത ഉള്ളപ്പോഴത്തേക്കും ആ കുട്ടിയുടെ മുന്നേ വെച്ച് അടി കിട്ടുമ്പം ഒരു വിഷമം തോന്നത്തില്ല, അത് തന്നെയാണ്. ജബ് വഹ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസ്കെ നസർ നഹി മിലാപ്പായി. അപ്പോൾ അവൾ അവൻ്റെ അടുത്ത് പോയിരുന്നു, എന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല, അത്രമാത്രം വിഷമമായിപ്പോയി. दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफ़ेद पट्टी बांधी थी. कोई उसे होय 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 सफ़ेद पट्टी कह रहा था, तो कोई सुल्ताना टाकू, तो कोई कुछ और कहकर चिढ़ा रहा था. അപ്പോൾ എന്താണ്? ദീപാവലിക്ക് ചുട്ടിയോം കെ ബാദ്. അപ്പം ദീപാവലിയുടെ അവധിയൊക്കെ കഴിഞ്ഞ് ജം സ്കൂൾ കുലാത്തോ, എപ്പോഴാണോ സ്കൂൾ തുറന്നത്, തോ ബേല കെ സിർ പർ സഫേദ് പട്ടി ബാന്ധി എത്തി. അപ്പോൾ എന്താ, ബേലയുടെ തലയിൽ ഒരു വെളുത്ത ബാൻഡേജ് ഉണ്ടായിരുന്നു. കോയി ഉസേ ഹോയ് 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 സഫേദ് പട്ടി കർ രഹാ ഥാ, तो कोई സുൽത്താന ടാക്കു, तो कोई कुछ और कहकर ചിടാ രഹാ ഥാ. ചിടാ രഹാ എന്ന് വെച്ചാൽ കളിയാക്കുക. അപ്പം ചില കുട്ടികൾ അവളെ എന്താണ് വെള്ള ബാൻഡേജുകാരി എന്ന് വിളിച്ചു, മറ്റു ചിലരാണെങ്കിൽ കൊള്ളക്കാരുടെ രാജ്ഞി എന്നൊക്കെ വിളിച്ചു. എന്നാൽ വേറെ കുറച്ച് കുട്ടികൾ എന്ത് ചെയ്തു, അല്ലാതെ ഇങ്ങനെ മറ്റ് പലതും വിളിച്ച് ഈ കുട്ടിയെ കളിയാക്കി. ये क्या हो गया बेला? साहिल ने परेशान होते हुए पूछा. അപ്പോൾ എന്താ, സാഹിലാണെങ്കിൽ വളരെ വിഷമത്തോടുകൂടി വളരെ പരിഭ്രമിച്ച് ചോദിച്ചു, എന്തു പറ്റി ബേല ഇത് എന്ന് ചോദിച്ചു. ചത് സെ ഗിർ ഗയി. बेला ने हमसे हुए कहा और कहा, बहुत दिन हो गए आज के ठंडी में
ഗാന്ധി ചൗക്ക് മേ ലക്ഡി ഠാങ് ഖേലേംഗെ. അപ്പോൾ എന്താ, അപ്പോൾ ടെറസിൽ നിന്ന് വീണതാണ്. ബേല എന്നിങ്ങനെയാണ് പറഞ്ഞത്, ബേല ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നിട്ട് അവൾ വീണ്ടും പറഞ്ഞു, ബഹുത് ദിൻ ഹോ ഗേ, കുറേ ദിവസമായില്ലേ, ഇന്ന് നമുക്ക് PT പീരീഡ് എന്ത് ചെയ്യാം, ഗാന്ധി ചൗക്കിൽ ഒറ്റക്കാലിൽ ചാടിക്കളിക്കാമെന്ന്. നഹി ഖേലേംഗെ തേരെ സിർമേ ഫിർസെ ലെഗ് ജായകി തോ, വേണ്ട നിൻ്റെ തലയിൽ വീണ്ടും മുറിവുണ്ടായാലോ എന്ന് സാഹിൽ ചോദിച്ചു. നഹി ലഗേഗി ബേലാനെ സിദ് കി. സിദ് കി എന്ന് വെച്ചാൽ ഷാട്ടിയും പിടിച്ചു. അങ്ങനെയൊന്നും പറ്റത്തില്ല, എനിക്ക് കളിക്കണമെന്ന് പറഞ്ഞവൾ ഷാട്ടിയും പിടിച്ചു. ഓർ വേ ഹമേഷ കി തരക് സാരെ ബച്ചോं के साथ ഗാന്ധി ചൗക്ക് की बालों में पूरी खेल डंडी ലക്ഡി ഠാങ് ഖേലെ എന്ന് വെച്ചാൽ അവൾ എന്താണ്, എന്നത്തെയും പോലെ എന്ത് ചെയ്തു, എല്ലാ കുട്ടികളുടെയും കൂടെ ഗാന്ധി ചൗക്കിലെ മണ്ണിൽ PT പീരീഡ് മുഴുവൻ ഒറ്റക്കാലിൽ ചാട്ടം ചാടി. इन बच्चों को अपने चारों ओर खेलते देखकर गांधी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. അപ്പോൾ ഈ കുട്ടികൾ തൻ്റെ ചുറ്റും ഇങ്ങനെ കളിക്കുന്ന കണ്ടിട്ട് ഗാന്ധിയുടെ പ്രതിമ മറ്റു സമയത്തെക്കാൾ കൂടുതൽ വളരെ ചിരിക്കുന്നത് പോലെ കാണപ്പെട്ടു. रविवार का दिन था. साहिल अपने घर में नीम के पेड़ की डाली पकड़कर चूम रहा था. वह एक स्टूल पर चढ़कर झूलता था. अचानक टूटे स्टूल की एक कील साहिल की पिंडली में लग गई. 1 इंच गहरा गड्ढा हो गया. അപ്പോൾ രവിവാർ എന്ന് വെച്ചാൽ സൺഡേ, ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു. സാഹിൽ അപ്പനെ ഘർ മേ നീം കെ പേഡ് കി ഡാലി പകടക്ക ചൂം രഹാത്ത. അപ്പോൾ എന്താ, സാഹിൽ വേപ്പ് മരത്തിൻ്റെ ഒരു കൊമ്പിൽ പിടിച്ച് ഇങ്ങനെ ആടി കളിക്കുകയായിരുന്നു. വഹ് ഏക്ക് സ്റ്റൂൾ പർ ചട്കർ ചൂൽത്താത്ത. അപ്പോൾ എന്താ, അവനൊരു സ്റ്റൂളിൽ കയറിയാണ് അതിൽ പിടിച്ച് ആടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ്, ഈ സ്റ്റൂളിൻ്റെ അചാനക് പെട്ടെന്ന് ടൂട്ടേ സ്റ്റൂൾ കി ഏക്ക് കീൽ, പൊട്ടിയ സ്റ്റൂളായിരുന്നു. അപ്പോൾ അതിൽ ഒരു ആണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ആണി, കീലെന്ന് പറഞ്ഞ ആണിയാണ്, ആണി സാഹിൽ കി പിണ്ടലിമേം. അപ്പോൾ സാഹിലിൻ്റെ ആ പിണ്ടലി എന്ന് പറഞ്ഞാൽ എന്താണ്, പിണ്ടലി എന്ന് പറഞ്ഞാൽ ആ കാൽമുട്ടിന് താഴെയുള്ള ആ ഒരു ഭാഗം, അവിടെ കയറി ഈ ആണി കൊണ്ടു. 1 इंच ഗഹര ഗഡ്ഡ ഹോ ഗയ എന്ന് വെച്ചാൽ 1 ഇഞ്ച് ആഴത്തിലുള്ള ഒരു കുഴി ഉണ്ടായി, ഒരു മുറിവുണ്ടായി, കുഴിഞ്ഞുപോയി. ഉസേ സർക്കാരി अस्पताल में पट्टी बंधवाने के लिए ले जाया गया. उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. सिर में पट्टी बंधवाने आई है. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते हैं जिसमें से एक के सिर पर पट्टी बांधी होती और एक की पिंडली में सफ़ेद पट्टी वाले. ये दोनों कहीं पर भी साथ ही दिखाई देते. അപ്പോൾ എന്താണ്, ഉസേ സർക്കാരി अस्पताल में പട്ടി ബന്ധവാനെ के लिए जाया गया. അപ്പോൾ അവനെ എന്താ, സർക്കാർ ആശുപത്രിയിൽ ബാൻഡേജ് വെച്ച് കെട്ടാനായിട്ട് കൊണ്ടുപോയി. അപ്പോൾ എന്ത് പറ്റി, उसने देखा कि 2 लोगों को छोड़कर आगे बेला खड़ी है. അപ്പോൾ അവൻ കണ്ടു എന്താ, രണ്ട് പേർക്ക് മുന്നിലായിട്ട് ബേല നിൽക്കുകയാണ്. സിർമയും പട്ടി ബന്ധവാനെ ആയി ഹെ, എന്താ തലയിൽ ബാൻഡേജ് വെച്ച് കെട്ടാനായിട്ട് വന്നിരിക്കാം. അപ്പോൾ സ്കൂൾ ആത്തെ ജാത്തെ ഹുയെ ഓർ കക്ഷാമേം കൈ ദിനോം തക്. അപ്പോൾ സ്കൂളിൽ വരികയും പോവുകയും ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ക്ലാസ്സിലും എന്താണ്, കുറേ ദിവസത്തേക്ക് 2 ऐसे बच्चे दिखाई देते. ഇതുപോലെയുള്ള 2 കുട്ടികളെ കാണാൻ പറ്റുമായിരുന്നു. എങ്ങനത്തെ കുട്ടികളെയാണ്, ജിൻമേം സെ ഏക്ക് കെ സിർ പർ പട്ടി ബാന്തി, അതിൽ ഒരു കുട്ടിയുടെ തലയിൽ ബാൻഡേജ് ബാന്തി ഹോത്തി ഓർ ഏക്ക് ഈ പിണ്ടലിം, ഒരാളുടെ പിണ്ടലി കാൽമുട്ടിന് താഴെ. അങ്ങനെയുള്ള 2 കുട്ടികളെ കുറേ ദിവസത്തേക്ക് കാണാൻ കഴിയുമായിരുന്നു. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടായിട്ട് പഠിക്കാം. Okay, thanks for watching.